ഹായ് ഫ്രണ്ട്സ്, എന്താണ് എല്ലാവരും വിശേഷങ്ങൾ? സുഖല്ലേ? ഇന്ന് ഞാനൊരു കുഞ്ഞു കഥ പറയാമെന്ന് വിചാരിച്ചിട്ട്. കഥ എന്ന് പറയുന്നത് ഞാനൊരു ബുക്കിൽ നിന്ന് വായിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങളുമായിട്ടേക്കൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നിയിട്ട് അങ്ങനെ പറയുന്നതാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സഞ്ചാരി ഒരു മ്യൂസിയം സന്ദർശിക്കാൻ പോയിട്ടോ. അപ്പോൾ ആ മ്യൂസിയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരുപാട് കാഴ്ചകൾ കണ്ടിട്ടോ. അപ്പോൾ അതിലൊരു കാഴ്ച അദ്ദേഹത്തെ വളരെയധികം കൗതുകം ഉണർത്തി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല ഭംഗിയുള്ളൊരു അലങ്കൃതമായൊരു കട്ടിലിട്ടു. ആ കട്ടിലിൽ ഒരു മധുര 17കാരിയായ ഒരു യുവതി എന്നൊരു പ്രതിമേൻ ഉണ്ടാക്കി കെടുത്തിരിക്കുകയാണ് കേട്ടോ. തൊട്ടടുത്ത് തന്നെ ചുറുചുറുക്കുള്ള ഒരു യുവാവിനെയും നിർത്തിയിട്ടുണ്ട് ആക്കിയിട്ട്. അപ്പോൾ ആ പ്രതിമ നിൽക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ യുവാവ് ഈ യുവതിയിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന രൂപത്തിലാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇയാളത് മനസ്സിൽ വളരെയധികം ചിന്തിപ്പിച്ചു. ഈ സഞ്ചാരിയെ എന്താണ് ഇങ്ങനെ കൊടുക്കാൻ കാരണം? ശരിക്കും പറഞ്ഞാൽ ഈ യുവതിയല്ലേ ഇയാളിൽ നിന്ന് ഓടി രക്ഷപ്പെടേണ്ടത്? അങ്ങനെയൊക്കെ അയാൾ ചിന്തിച്ചു കേട്ടോ. അങ്ങനെ ഇതിൻ്റെ പൊരുൾ അറിയാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുന്ന ഗൈഡിനോട് ചോദിച്ചു, എന്താണ് ഇതിങ്ങനെ നിർമ്മിച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ് കേട്ടോ ഇത്. ഗൈഡ് പറഞ്ഞു കേട്ടോ, മനുഷ്യൻ താലോലിച്ചു കൊണ്ടിരിക്കുന്ന ഏതൊരു സ്വപ്നവും സഫലമായി കഴിഞ്ഞാൽ, അതായത് അത് ഘട്ടം ഘട്ടമായിട്ട് തന്നിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിനോടുള്ള ഒരു ആഗ്രഹം കുറഞ്ഞു പോവുകയും പിന്നെ അത് തനിക്ക് വേണ്ട എന്ന നിലയിലേക്ക് എത്തുകയും ചെയ്യും. അത് മനുഷ്യൻ്റെ ഒരു സ്വഭാവത്തെ സൂചിപ്പിക്കുന്നതാണ് ഇവിടെ ഈ പ്രതിമയുമായിട്ട് കണക്ട് ചെയ്യുന്നത്. അതാണ് കേട്ടോ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം. കാത്തിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവം, ആ കാത്തിരിപ്പിന് കണ്ടതിന് ശേഷമുണ്ടാകുന്ന ഒരു അനുഭവം വ്യത്യസ്തമല്ലേ? ഒരു വിദ്യാർത്ഥി പരീക്ഷയിൽ ജയിച്ചതിന് ശേഷം ആ ഒരു നിമിഷം വളരെയധികം ആഹ്ലാദഭരിതനായിട്ട് നിൽക്കും. അതിനുശേഷം പിന്നെ അടുത്തത്, ആ വിജയത്തിന് ശേഷം അടുത്തത് എന്താണെന്ന് ആലോചിച്ചിട്ടുള്ള ഒരു ബന്ധപ്പാടിലായിരിക്കും പിന്നെ അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് അല്ലേ? അപ്പോൾ കാത്തിരിപ്പിന് ശേഷവും കാത്തിരിക്കുന്ന നേരത്തുള്ള ഒരു അനുഭവം വ്യത്യസ്തമാണ്. അതാണ് ഈ കുഞ്ഞു കഥയിൽ നിന്ന് പറഞ്ഞു വരുന്നത്. അതായത് രണ്ടു വ്യക്തികൾ തമ്മിൽ സ്നേഹിക്കുന്ന സമയത്ത്, ഇപ്പോൾ കാമുകി കാമുകനെയും കാമുകൻ കാമുകിയെയും ഒരു നിമിഷ നേരത്തേക്ക് കാണാതിരിക്കുമ്പോഴോ ഒരു മെസ്സേജ് കിട്ടാതിരിക്കുമ്പോഴോ ആ സമയത്ത് അവരുടെ ഉള്ളിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ മരിക്കാൻ നിൽക്കുന്ന സമയത്താണെങ്കിൽ പോലും അവർ രണ്ടുപേരും എന്ത് കാര്യമാണോ പറയുന്നത് അത് അവർ നിറവേറ്റി കൊടുക്കും. അത്രയ്ക്കും ആഴത്തിൽ അവർ കാത്തിരിക്കുകയാണല്ലോ. അവരെ പ്രണയം സഫലമാവാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരവസ്ഥയാണത്. പക്ഷേ ആ വിവാഹത്തിന് ശേഷം പിന്നെ ആ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് വിവാഹം കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർക്ക് ഒരു കോള് വിളിക്കണ്ട എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ വരെ എത്തുന്ന പല സംഭവങ്ങളും പലരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതാണ് കാത്തിരിപ്പ് എന്നുള്ള ഈ ഒരു കഥയിൽ നിന്ന് മനസ്സിലാക്കുന്നത് കേട്ടോ. ഇവിടത്തെ സന്തോഷത്തിന് അറുതിയില്ല. അതായത് ഇവിടെ കിട്ടുന്ന എന്ത് സന്തോഷത്തിനും പൂർണ്ണത ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് കേട്ടോ. ഇവിടെ സമ്പൂർണമായ സന്തോഷാവസ്ഥ എന്നൊന്നില്ല എന്നാണ് ഈ ബുക്കിൽ നിന്ന് പറയുന്നത് കേട്ടോ. പൂർണ്ണമായ സന്തോഷം സ്വർഗലോകത്താണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ കിട്ടുന്നതൊക്കെ നമുക്ക് ഭാരമുള്ളതാണെന്നാണ് പറയുന്നത്. നമുക്ക് എത്ര കിട്ടിയാലും അത് ഭാരമാണ്. ആ ഭാരം വരെ നമ്മൾ നടക്കണം എന്നൊക്കെയാണ് കേട്ടോ ഈ ബുക്കിൽ നിന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് നമുക്ക് നേടിയാൽ അത് ഭൗതികതയിൽ നിന്ന് ഉള്ളതാണ്. അത് നമുക്ക് കിട്ടും തോറും നമുക്കതിനോടുള്ള എന്താ പറയുക, അത് കാത്തിരിപ്പിന് ശേഷമുള്ള വിരാമവും രണ്ടും വ്യത്യസ്തമാണ് കേട്ടോ. അതാണ് ഈ ബുക്കിൽ നിന്ന് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്ന ഈ കഥയിൽ ഉള്ളടക്കം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബും സപ്പോർട്ടും ചെയ്ത് ഷെയറും ചെയ്യണേ. താങ്ക്